ചേട്ടാ, ഈ ലിസണിങ്ങും ഹിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇത് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് കാര്യമല്ലേ, അതുപോലെ നിനക്ക് അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞതാ ചേട്ടാ. എടി, ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കേൾക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ മനസ്സിൽ കയറുന്നില്ല. നിനക്കിപ്പം ഇഷ്ടമല്ലാത്തൊരു ക്ലാസ് ഇരിക്കുന്നില്ലേ, അതുപോലെ. ബട്ട് ഈ ലിസണിങ് എന്ന് വെച്ചാൽ നീ ഒരു കാര്യം കേൾക്കുകയും അത് ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നിനക്കിപ്പം ഇഷ്ടമുള്ള സോങ് കേൾക്കുന്നതോ നീ സിനിമ കാണുന്നതോ അത്രയൊക്കെ. താങ്ക്സ് ചേട്ടാ. എന്തായാലും ചേട്ടൻ ഒരു പ്രൊഫസർ ആവാനുള്ള ഭാവി ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ പോവാടാ, നമുക്ക് മൂന്നാർ തന്നെ പോവാം. ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻസ് എബി. കഴിഞ്ഞ സെമസ്റ്ററിൽ ഹൈ ഗ്രേഡും ടോപ്പ് മാർക്കും നിനക്കാണെന്ന് നിങ്ങളുടെ ഹെഡ് എന്നോട് പറഞ്ഞിരുന്നു. കീപ് ഇറ്റ് അപ്പ്. അതെ അതെ, പിന്നെ ബെസ്റ്റ് അല്ലേ. നിന്റെ പഠനത്തിലെ ഈ മികവ് മറ്റ് വിദ്യാർത്ഥികൾക്കൊരു മാതൃകയാവട്ടെ. എബി പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ദമാമിലാണ് സാർ. അവിടെ അൽഖലീദ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഡിഗ്രിക്കും ടോപ്പ് റാങ്ക് എനിക്കായിരുന്നു സാർ. വെരി ഗുഡ്. എന്തായാലും എബി നമ്മുടെ കോളേജിന് ഒരു അസറ്റ് തന്നെയാണ്. നന്നായി പരിശ്രമിച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ 1ാം റാങ്ക് വാങ്ങിക്കാൻ എബിക്ക് കഴിയും. താങ്ക് യു സർ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, ഗുഡ് ലക്ക് എബി. താങ്ക് യു സർ. വണ്ടി പോട്ടെ, ചെലവുണ്ട്. ഹായ് ആൻഡി. ആ വരൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കണം ആന്റി. എബി ഇല്ലേ ഇവിടെ? ദാ റൂമില്. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. വാ എൽസി. പിന്നെ സുഖം. ഹായ് എബി. ഹായ്. എന്താ ഇത്, പുതിയ റിസർച്ച് വല്ലതും ആണോ? റോസ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാൻ നോട്ട്സ് റെഫർ ചെയ്യാം. ഓ, ഒരു പഠിപ്പിസ്റ്റ്. വേണ്ട റോസ്, ദിസ് ഈസ് നോട്ട് ഗുഡ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഹോ, നീ ഇപ്പോഴും ആളൊരു പഴഞ്ചനാണല്ലോടാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഹണിമൂണും കഴിഞ്ഞ് 2 വർഷത്തെ ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ടാ മാരേജ് ചെയ്യണത്. അങ്ങനെ ആൺകുട്ടിയോള്. ാണ് മോനെ പൊളി സാധനം. വലിക്കടാ, ഇരുത്തി വലിക്കടാ അങ്ങട്. ഇതാടാ. എബി, വേണമെങ്കിൽ ഒരു ദമ്മ എടുക്കടാ. കീടില്ല സാധന. ഇവനെ കൊണ്ട് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാ. ഏതിരുന്ന് വരുന്നടാ അവനൊക്കെ. ഫ്രണ്ടായി പോയില്ലേ? നന്മയുള്ള ലോകമേ. താടാ ഇങ്ങട്. തടാ. തരാടാ. താടാ. ഹലോ ഹലോ, മിസ്റ്റർ ഫ്രാൻസിസ് അല്ലേ? അതെ. നിങ്ങളുടെ മകന്റെ ബൈക്ക് സിവിൽ സ്റ്റേഷന് അടുത്ത് വെച്ചൊരു ആക്സിഡന്റിൽ പെട്ടു. എന്താ? ഞങ്ങൾ SN ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ മോൻ അവനല്ല പറ്റിയോ? പേടിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഓക്കെ,
ഡോക്ടർ എബിമോന് റിലാക്സ് മിസ്റ്റർ ഫ്രാൻസിസ്, പേടിക്കാനൊന്നുമില്ല. കുട്ടി അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഒബ്സർവേഷൻ വേണ്ടി മാത്രം ICUയിൽ കിടത്തിരിക്കുന്നതേ ഉള്ളൂ. നാളെ വാർഡിലേക്ക് മാറ്റാം. വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശരി, വരൂ. ഒന്നും മയങ്ങായിരുന്നില്ലേ? നേരം 3 മണിയായില്ലേ? കണ്ണടച്ച അവൻ്റെ മുഖം തെളിയും. പിന്നെ എങ്ങനെയാ ഉറങ്ങാൻ പറ്റുക? മോന് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നാലും ഒബ്സർവേഷൻ ടൈം കഴിയാതെ എനിക്ക് സമാധാനമില്ല ലില്ലി. ആണുങ്ങള് ഇത്ര നെർവസ് ആവരുത്, കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. മോൻ്റെ കാര്യത്തിൽ നെർവസ് തന്നെയാണ് ഞാനെന്നും. ആരെയും ദ്രോഹിക്കാതെ ഒരു മനസ്സും ശരീരമായി ജീവിച്ചിരുന്ന എന്റെ കുഞ്ഞുങ്ങളെയാണ് സാറേ. എന്റെ കുഞ്ഞുങ്ങളോട് ഈ ദ്രോഹം ചെയ്തവര് പിടികൂടണം സാറേ. ഷുവർ മിസ്റ്റർ പോലീസ്, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ പോലീസ് സേനയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. സോ വി വിൽ ഡെഫിനറ്റ്ലി ഫൈൻ ഹിം. സാർ, ഇതാണ് ബ്രെയിൻ വാസ്. ആടുകളെ തലയടിച്ച് പൊളിക്കല ഇവന്റെ പണി. പിന്നെ ഇവിടുന്ന് കവർച്ച നടത്തും. ഇവൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ. പക്ഷെ 2 മാസം നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പൊങ്ങിയപ്പോൾ ഞങ്ങൾ പൊക്കിയതാ. സാറ് ചോദിക്കുന്നതിന് മണി പോലെ ഉത്തരം പറയണം, ഇല്ല ഇടിച്ചതിന്റെ പണ്ട ഞാൻ പുറത്തിറക്കും. സാറേ, ഞാൻ പലതവണ പറഞ്ഞ എനിക്കൊന്നും അറിയില്ല സാറേ. എനിക്ക് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗോപി പറഞ്ഞപ്പം ഞാനൊരു ചെറുപ്പക്കാരനെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. സത്യം പറടാ, ബംഗ്ലാവിന്റെ മോഷണ സ്വർണവും പണവും നീ എന്ത് ചെയ്തു? ഞാനല്ല സാറേ അത് ചെയ്തത്. നുണ പറയുന്നോടാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലേ ജനമയത്തിനൊക്കെ ഞങ്ങളങ്ങ് മറക്കും. ഞാൻ പറഞ്ഞത് സത്യമാ സാറേ. അല്ലേ തന്നെ ഞാൻ നാട്ടിലൊരു കൊട്ടേഷനും ചെയ്യാറില്ല സാറേ. എൻ്റെ ഹിസ്റ്ററി നോക്കി അറിയാം സാറേ. ഞാൻ ശിക്ഷ കഴിഞ്ഞ് ഒരു കൊട്ടേഷൻ തന്നെയാണ് പോയത്, അതും തൃശ്ശൂര്. പക്ഷെ അതെനിക്കിട്ടുള്ളൊരു ട്രാപ്പായിരുന്നു സാറേ, പഴയ ശത്രുക്കളുടെ. അവരെന്നെ തല്ലി ഒരു പരുവാക്കി സാറേ. ഈ സാറിനോട് പറഞ്ഞിട്ട് അത് വിശ്വസിക്കുന്നില്ല. അവിടെ ഒരു ആശുപത്രിയിലായിരുന്നു 2 ആഴ്ച. അത് കഴിഞ്ഞ് 1 മാസം തിരുമിച്ച് സാറേ. ഇനി ഒന്ന് അനങ്ങി പണിയെടുക്കണമെങ്കിൽ 3 മാസത്തെ റെസ്റ്റ് എങ്കിലും വേണം സാറേ. ഞാൻ ചെയ്തിട്ടില്ല സാറേ. ലീവ് ഹിം. എബി, എബി, വേക്കപ്പ്, വേക്കപ്പ് എബി. എബി, എബി, വേക്കപ്പ്, വേക്കപ്പ്. ധാരയ്ക്ക് നോക്കി എബി. മോനെ എബി, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. Sir, I think this patient is nervous. ബ്രെയിൻ്റെ കണ്ടീഷൻസ് സ്റ്റേബിൾ ആയിട്ടില്ല സാർ. മേ ബി ആ ഇൻസിഡൻറ്റിൻ്റെ ഷോക്കും ഉണ്ടാവും. ലെറ്റ്സ് സീ. കുട്ടിയുടെ ബോധം തെളിഞ്ഞെങ്കിലും
ആ ഇൻസിഡന്റിന്റെ ഷോക്കിൽ നിന്നും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. നമുക്ക് നോക്കാം. തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. കമോൺ. എബി കോൺഷ്യസ് ആയ സ്ഥിതിക്ക് ഈ കേസിലെ സുപ്രധാന വിവരങ്ങൾ അവനിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഗീവ്സ് എ ഗ്രേറ്റ് ഹോപ്പ്. നോ, ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാൻ വരട്ടെ സർ. സി മിസ്റ്റർ സിയ, ബ്രെയിനിനേറ്റ ആഘാതത്തിൽ ഹി ഹാസ് ഗുഡ് ലോസ്റ്റ് ഹിസ് മെമ്മറി. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ അവന് സാധിക്കുന്നില്ല. അത് എങ്ങനെ റിക്കവർ ചെയ്യാവുന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ. മാത്രമല്ല, എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് അന്നത്തെ ഇൻസിഡന്റ് തന്നെ ആവാം. ഡോക്ടർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ സീ ഹിം? ഓഫ് കോഴ്സ്. ഹലോ. ഹലോ. നമസ്കാരം. ഐ ആം ജോൺ എബ്രഹാം. എന്താ പേര്? വിപിൻ. എന്ത് ചെയ്യുന്നു? സിനിമ ഫീൽഡാ. വാവ്, ഗ്രേറ്റ് പ്രൊഫഷൻ. സിനിമയിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. ഗ്രേറ്റ്. എനിക്ക് കലാകാരന്മാരെ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സിനിമാക്കാരെ. ഇപ്പോൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? രഞ്ജൻ സാറിൻ്റെ കൂടെ. ഓ, രഞ്ജൻ, ഗ്രേറ്റ് ഡയറക്ടർ. സത്യം പറഞ്ഞാൽ എനിക്കൊരു സിനിമയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ ബിസിനസ് ആയതുകൊണ്ട് സമയമില്ല. ഓ, കാശ് ഒരുപാടുണ്ടേ, പക്ഷേ സമയം കിട്ടണ്ടേ. ഏതായാലും ബിബിനെ മീറ്റ് ചെയ്തത് നന്നായി. നമുക്കൊരു പടം ചെയ്യണ്ടേ? ഓഫ് കോഴ്സ് സാർ. നമുക്കൊന്ന് ഇരിക്കണ്ടേ? ഇരിക്കണം സാർ. എനിത്തിങ് മോർ സാർ? നോ, ബില്ലെടുത്തോളൂ. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, വിപിൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് സാർ? വിപിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്യും. അയ്യോ വേണ്ട സാർ, അത് ഞാൻ പേ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പേ ചെയ്യും. കാശ് ഒരുപാടുണ്ടെന്നേ. എന്നാലും വേണ്ട സാർ, ഞാൻ പേ ചെയ്തോളാം. ഇല്ല, ഞാൻ പേ ചെയ്യും. ഏയ്, പിന്നെ തനിക്കൊരു കാര്യം അറിയോ? എന്താണ് സാർ? താൻ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. പറയില്ല സാർ. ഈയിടെ നടന്ന വിവാദമായ ഫ്രാൻസിസിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകമില്ലേ? അവരെ കൊന്നത് ഞാനാ. പോയി നോക്കിയാൽ മതിയോ? എല്ലായിടത്തും അന്വേഷിക്കാം സാർ. സാർ, ഇവനാണ് കക്ഷി. സത്യം പറയടാ, നീയാണോ അവരെ കൊന്നത്? അതെ സാർ, ഞാനാണ് അവരെ കൊന്നത്. നീ എങ്ങനെ വന്നു? ഞാൻ വണ്ടി ഇടിപ്പിച്ച് കൊന്നു സാർ. അതിനവര് തലക്കടിയേറ്റല്ലടാ മരിച്ചത്. അതെ, ഞാൻ തലക്ക് തന്നെ വണ്ടി ഇടിപ്പിച്ചു സാർ. എവിടെ വെച്ച്? ബസ് സ്റ്റാൻഡിൽ വെച്ച്. അതിനവര് ബംഗ്ലാവിൽ വെച്ചല്ലടാ മരിച്ചത്. അതെ, പക്ഷേ ഞാൻ അവരെ ബസ് സ്റ്റാൻഡിൽ വെച്ചും കൊന്നു സാർ. എന്തോ കുഴപ്പമുണ്ടല്ലോ സാറേ. അയ്യോ സാറേ, ഇത് വട്ട് കേസാ. എനിക്കറിയാവുന്ന ആളാ, സ്കൂൾ മാഷായിരുന്നു. ഇപ്പൊ ഇത്തിരി കൂടുതലാ. വിളിച്ചോണ്ട് പോടോ. ക്രിസ്റ്റി, വേക്ക് അപ്പ്. ക്രിസ്റ്റി, ജസ്റ്റ് വേക്ക് അപ്പ്. ഇവരൊക്കെ ആരാ? കുട്ടി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നോക്കൂ. മോളെ ക്രിസ്റ്റി, മോളൊക്കെ എന്നെ മനസ്സിലായോ? എങ്കിൽ പറയേ, ആരാ? വല്യപ്പച്ച.
ഗ്രേറ്റ്. കുട്ടി വല്യപ്പച്ചനെ തിരിച്ചറിഞ്ഞു. ഇവരൊക്കെ ആരാ? മോൾക്ക് ഇതാരെന്ന് മനസ്സിലായോ? ആൻഡ്രൂസ് ഏട്ടൻ. ഇതാരെന്ന് മനസ്സിലായോ? തോമസ് അങ്കിൾ. ഇതാരാന്ന് മോൾ ഒന്നുകൂടെ പറഞ്ഞ്. ഇത് ജോണി ചേട്ടൻ. സർ, ഐ തിങ്ക് ദിസ് ഈസ് ലോസ് ഓഫ് മെമ്മറി. വി ആർ എക്സ്ട്രീംലി സോറി. കുട്ടിക്ക് പഴയതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല.